ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടിൽ ക്ലൗഡ്. അപ്പോൾ ഇന്ന് കുറച്ചൊരു വെറൈറ്റി കണ്ടന്റ് ആണ്. വെറൈറ്റി കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ, പക്ഷേ ദ കൺസെപ്റ്റ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റൊമാൻറ്റിസൈസിങ് മൈ നോർമൽ ഡേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ആദ്യത്തെ ദിവസമല്ല, ഇത് രണ്ടാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കടിൽ ഡയറീസിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവർക്ക് എന്തായാലും കണ്ടു നോക്കുക. എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത് കുട്ടി പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ റൊമാൻറ്റിസൈസിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻസ് മാത്രമേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ, എന്താ കൺസെപ്റ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടാവില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താ റൊമാൻറ്റിസൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് എന്താ സംഭവം എന്നുള്ളത് പറഞ്ഞുതരാം. ബേസിക്കലി കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡെയിലി ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്ത് ചെയ്യുക, അതൊക്കെയാണ് ഈ റൊമാൻറ്റിസൈസിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. അങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ലൈഫിൽ കൊണ്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കാനായിട്ട് അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നും വേണ്ടി വരില്ല. ചെറിയ ചെറിയ കാര്യത്തിൽ വരെ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്താൻ തുടങ്ങും. ആകെ 2 ദിവസം മാത്രമേ ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്തിട്ടുള്ളൂ. ബട്ട് ടു ബി ഓണസ്റ്റ്, ഭയങ്കര ട്രൂ ആയിട്ട് പറയാനാണെങ്കിൽ എനിക്കത് നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവൻ സാധാ ഒരു ദിവസമാണെങ്കിൽ പോലും ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇതെന്താ സംഭവം, ഇതെന്താ നടക്കണത്, ഇതെന്താ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഞാൻ എങ്ങനെയൊക്കെയാണ് റൊമാൻറ്റിസൈസ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ എഴുന്നേറ്റതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്തത് ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ റൂമിൽ 2 വലിയ ജനലാണുള്ളത്. ആ ജനലിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് എൻ്റെ ഡെസ്കും കിടക്കുന്നത്. എപ്പോഴും ഞാനൊരു ദിവസത്തിൽ ഒരു 3/4 മണിക്കൂർ ഞാൻ അവിടെ തന്നെ ഇരിക്കാറ്. പക്ഷേ ഇന്നേ വരെ ഞാൻ ആ ജനലിൽ കൂടെ എന്തൊക്കെയാണ് പുറത്ത് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടേ ഇല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ രാവിലെ ഞാൻ കണ്ടത് അപ്പുറത്തെ വീട്ടിലെ 2 പിള്ളേർ ഇന്ന് ഷട്ടിൽ കളിക്കുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം നമ്മൾ ആ ഒരു സൈസിൽ നിന്ന് വളർന്ന് വലുതായിട്ടാണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഫീലൊക്കെ ആയിരുന്നു മനസ്സിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ തലേ ദിവസം രാത്രി പാവ് ബജി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാജി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ബ്രെഡിൻ്റെ കൂടെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു സാധനം. പിന്നെ ആകെ ഒരു ഹാബിറ്റ് ഞാൻ മാറ്റണം എന്ന് ട്രൈ ചെയ്യാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പ്ലേ ആയിക്കൊണ്ടിരിക്കണം. കഴിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ക്രാഫ്റ്റ് ചെയ്യാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ ഒരു സ്വഭാവം കുറച്ചായിട്ട് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, നടക്കാറില്ല.
പിന്നെ ആ ഒരു ദിവസമായിരുന്നു എനിക്ക് ഈ സെറാമിക്സ് ആൻഡ് ഹോമിൻ്റെ പെട്ടി വന്നിട്ടുണ്ടായിരുന്നത്. വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും എനിക്ക് ഈ ലോങ് വീഡിയോന് വേണ്ടി അതൊന്ന് പൊട്ടിച്ച് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോർട്സ് എടുത്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്തത് അതൊക്കെ വീണ്ടും ഒന്ന് സീൽ ചെയ്തിട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി പൊട്ടിക്കുക എന്നുള്ളതാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ക്രോക്കറി സെറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ കയ്യിൽ എത്ര ക്രോക്കറീസ് ഉണ്ടെങ്കിലും ഇനി എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇരു കൈ നീട്ടി അങ്ങോട്ട് സ്വീകരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കടിൽ ഡയറീസിനൊരു പേജ് ഉണ്ട്. അപ്പോൾ അത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് പോലെ യൂസ് ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. അതായത് നമ്മുടെ നോർമൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിലൊരു പോസ്റ്റ് ഇടാനായിട്ടുള്ള ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ളവരാണെങ്കിൽ കടിൽ ഡയറീസ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഒരു രസം. ഹലോ, അപ്പോൾ എന്താ ഈ കാടും പടലത്തിൻ്റെ നടുക്ക് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, ഇത്ര നേരം നമ്മൾ വെറുതെ വീഡിയോ എടുത്ത് വോയിസ് ഓവറൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ കുറച്ചൊരു 2 മിനിറ്റ് ചുമ്മാ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഈ എസ്തെറ്റിക്സിനും ബാക്ക്ഗ്രൗണ്ടിനും വേണ്ടിയല്ല ഈ ചെടികൾ വെച്ചത്. ജസ്റ്റ് ഈ ചെടികളെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചെടികൾ ഇതുപോലെ കാട് പോലെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെടീനെ പറ്റി പറയാനുള്ളത്, ഞാൻ മിനിഞ്ഞാന്ന് പോയിട്ട് ഞാനും അമ്മയും കൂടെ പോയിട്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് വന്നതാണ്. എനിക്ക് ആക്ച്വലി പ്ലാന്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് റൂമിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈവ്ലി ഫീൽ പോലെയൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് എനിക്ക് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പ്ലാന്റ്സ് ഒന്നും നേരെ നോക്കുകയില്ല. ഈ ഒരു ഡെസ്കിന് കുറച്ച് ഭംഗി കൂട്ടാനാണ് ആ ഒരു CC പ്ലാന്റ് സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നുപോയി അത് കുറച്ച് വാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് പ്ലാന്റ്സൊക്കെ വാങ്ങിച്ച് എല്ലാം കറക്റ്റായിട്ടൊക്കെ ഒന്ന് നോക്കി നടത്തണം എന്നൊക്കെയാണ് എൻ്റെ ഒരു പ്ലാൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ പ്ലാന്റ്സ് വാങ്ങിച്ചാണ്. പിന്നെ ഞാൻ ഒരു കോർണർ സീറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഉടനെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഈ പ്ലാന്റ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. സംസാരിക്കുമ്പോൾ ബോറടിക്കുമായിരിക്കും, പക്ഷെ എന്നാലും കേട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റിനെ പറ്റി പറയാനാണെങ്കിൽ റൊമാൻറ്റിസൈസിങ് ലിറ്റിൽ തിങ്സ്. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് പാർട്ട് എന്നല്ല, കുറച്ച് ഇതിന് മുമ്പ് ഒരു 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സെയിം കൺസെപ്റ്റ് വെച്ചിട്ട്. അത് ഞാൻ കടിൽ ഡയറീസിൽ പോസ്റ്റ് ചെയ്യും. ഇതുവരെ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല. നാളെ തന്നെ ഈ വീഡിയോ ഇടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി രാവിലെ എഴുന്നേൽക്കും, കുറച്ച് നേരം ഫോൺ നോക്കും, ക്രാഫ്റ്റ് ചെയ്യാനുള്ളത് ചെയ്യും, വീണ്ടും ഫുൾ ടൈം ഇരുന്ന് ഫോൺ നോക്കും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് എടുക്കും, അതായത് ഡേ ഇൻ മൈ ലൈഫ് ആ ഒരു രീതിയിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും. ആ ഒരു ദിവസമൊക്കെയാണ് യൂഷ്വലി ഞാൻ കുറച്ച് ഇതേപോലെ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ഈ ഒരു വീക്ക് ആക്ച്വലി ഞാൻ ഗിവ് അവേ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗിവ് അവേയുടെ കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത ആഴ്ച അത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ദിവസം വേണ്ടി എന്ത് ചെയ്യുമെന്ന് വേണ്ടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു ദിവസം ഒന്നുകൂടെ ചെയ്ത് നോക്കാം. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ദിവസമാണ് ഞാൻ കുറേ പ്രൊഡക്റ്റീവായിട്ട് അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഈ ഒരു ദിവസവും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കണ്ടൻറ്റ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഇത്രയും ഇൻട്രസ്റ്റോടെ ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ വേണ്ടി എപ്പോഴും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കും എന്നുള്ളതൊക്കെ. എന്തായാലും അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇപ്പോഴത്തെ ലൈഫ് അപ്ഡേറ്റ്സ്. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി എനിക്ക് വൈകുന്നേരത്തെ വീഡിയോ ഷോർട്സ് ഒരെണ്ണം എടുത്തിട്ടില്ല, അതെടുക്കണം. അത് കഴിഞ്ഞാൽ
അത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാനുണ്ടോ എന്നൊക്കെ ആലോചിച്ച് വെക്കണം. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഈ ഒരു ക്ലിപ്പ് കണ്ടു കഴിയുമ്പോൾ കുറച്ച് പേരെങ്കിലും എനിക്ക് പ്രാന്താണോ എന്ന് വിചാരിക്കും. കാരണം ലീവ്സൊക്കെ ഇങ്ങനെ തുടച്ച് മിന്നിക്കണ കണ്ടിട്ട്. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മൾ ഈ ഒരു നഴ്സറി എന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ നല്ലപോലെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾ തുടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും തുടയ്ക്കാനോ എന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 2-3 ലീഫ് തുടച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും അഴുക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ലീഫ് ഒന്നുകൂടെ തുടച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ അഴുക്ക് ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോയി. കാരണം അമ്മാതിരി ഇങ്ങനെ എന്താ പറയുക, കറക്കറാന്ന് പറഞ്ഞിട്ടുള്ളൊരു അഴുക്കായിരുന്നു. ഈവനിങ് ആയി കഴിയുമ്പോൾ ഞാൻ പുതിയൊരു കോസി സെറ്റപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെ ചെയ്തതെന്നൊന്നുമല്ല, ലൈറ്റൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്തു എന്നുള്ളതൊക്കെ ഞാൻ കടിൽ ഡയറീസിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് നോർമലി എനിക്കിങ്ങനെ ഒരു വാം ലൈറ്റൊക്കെ ഇട്ട് വൈകുന്നേരം ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുറേ ആയിട്ടാണെങ്കിൽ ഈ ലൈറ്റൊക്കെ ഞാൻ താഴെ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ വീണ്ടും ഫിറ്റ് ചെയ്ത് മൊത്തം ഒന്ന് സെറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് വേണ്ടി ചായ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ചായയും കാപ്പിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, അങ്ങനെ കറക്റ്റ് അളവൊന്നും അറിയില്ല. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ പാല് കുറച്ച് ആഡ് ചെയ്യും, കുറച്ചുകൂടെ ചായപ്പൊടി ഇടും, മധുരം ഇടും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ ആകെ ഒരു 4-5 കഷ്ണം ബ്രെഡ് മാത്രം ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം എന്തിനാണ് വെറുതെ വെക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ടോസ്റ്റൊക്കെ ഉണ്ടാക്കി. രാവിലത്തെ എൻ്റെ കുക്കിംഗ് സ്കില്ലൊക്കെ കണ്ടല്ലോ അല്ലേ, അത് കണ്ടിട്ടാണോ എന്നറിയില്ല. വൈകുന്നേരം ഉണ്ടാക്കിയ 4 ബ്രെഡും നൈസായിട്ടൊന്ന് കരിഞ്ഞു പോയി. യൂഷ്വലി ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കുന്ന ആളല്ല. പക്ഷേ ഡാഡിക്ക് വേണ്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്കും കുടിക്കണം തോന്നി. പക്ഷേ എനിക്ക് ചൂടോടെയുള്ള കാപ്പി ഇഷ്ടമല്ല. ഒന്നല്ലെങ്കിൽ കോൾഡ് കോഫി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡാൽഗോണ കോഫി പോലെയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു സംഭവമാണ് ഇഷ്ടം. പക്ഷേ ഡാൽഗോണ കോഫി ഉണ്ടാക്കാനായിട്ട് മെനക്കേടുള്ളത് ഇങ്ങനെ ഇളക്കി ഫ്രോത്ത് ആക്കുക എന്നുള്ളതാണ്. എനിക്ക് പകുതി മതിയായി കഴിയുമ്പോൾ ഞാൻ നമ്മുടെ കേക്ക് ബീറ്ററൊക്കെ ഇല്ലേ, ആ ബീറ്ററൊക്കെ ഇട്ട് അങ്ങോട്ട് അടിക്കും. ഇതിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ലാസ്റ്റ് ഇയർ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ചെറിയ ചെറിയ ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു ബോക്സിനകത്ത് ഇട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇയറിൻ്റെ ലാസ്റ്റ് തുറക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ എന്നൊക്കെ. ഒരാഴ്ച അത് കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ ഞാനത് ചെയ്തേയില്ല. മെയിനായിട്ടുള്ള മടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം കഴിഞ്ഞിട്ട് തുറക്കാനല്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം എത്ര പെട്ടെന്നാ പോയി എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഞാൻ തീരുമാനിച്ചു, എന്തായാലും ആ ഒരു കാര്യം എഴുതിയിട്ടേ പറ്റൂ. ആദ്യം ഞാനൊരു ഗ്ലാസ് ജാറൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതിനകത്ത് എഴുതിയിടാം, അത് ഡിസൈൻ ചെയ്യാന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാധനമൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര എഴുതിയിട്ടു, എന്തൊക്കെയാണ് കാര്യങ്ങൾ, എത്ര ആയി, ഫില്ലായോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്ത പോലത്തെ സാധനമൊക്കെയാണെന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇയർ വരെ നമുക്കൊരു ഇതുണ്ടാവും. ഇയറിൻ്റെ ലാസ്റ്റ് വരെ നമുക്കൊരു സസ്പെൻസ് ഉണ്ടാവുമല്ലോ, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഒരു ഇത്. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മൾ മണി ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, മണി ബോക്സിൻ്റെ സെയിം കൺസെപ്റ്റിൽ നമ്മുടെ ഹാപ്പിനെസ് നോട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു സാധനം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ വൈകുന്നേരം ഡീറ്റെയിൽഡായിട്ട് അപ്ലോഡ് ചെയ്യാം. പ്രത്യേകിച്ച് ഡീറ്റെയിൽഡായിട്ട് അപ്ലോഡ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, എന്നാലും ഞാൻ വൈകുന്നേരം പറയാം. ബോക്സൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ ലിറ്റിൽ ബോക്സ് ഓഫ് ഹാപ്പിനെസ് എന്നായിരുന്നു ഒരു ടൈറ്റിൽ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഇങ്ങനെ വരച്ച് വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുളമായിപ്പോയി. ഞാൻ 2-3 തവണ വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 2-3 തവണയും ഞാൻ എന്തൊക്കെയാണ് പറയണത് ഗൈസ്, കുളമായിപ്പോയി.
ഈ ഒരു സ്റ്റെപ്പ് വെച്ച് തന്നെ മനസ്സിലായി ഇതെന്തായാലും നടക്കില്ല എന്നുള്ളത്. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ ദേ കിടക്കണടാ കുറേ ആൽഫബറ്റ് സ്റ്റിക്കേഴ്സ്. അങ്ങനെയൊക്കെ സാധനങ്ങൾ കയ്യിലുണ്ടെന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ ആ ആൽഫബറ്റ് സ്റ്റിക്കർ വെച്ച് അങ്ങോട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈസിൽ ആ ഒരു ആൽഫബറ്റ് സ്റ്റിക്കർ ഒന്നും തികയില്ലായിരുന്നു. പിന്നെ തട്ടിക്കൂട്ടി എച്ച് പുറത്ത് എസ് പുറത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒട്ടിച്ച് സെറ്റാക്കി സാധനം. ആ ബോക്സ് ഉണ്ടാക്കിയതും ഫസ്റ്റ് കാര്യം ഞാൻ ചെയ്തത് ഈ ഒരു ദിവസം നടന്ന കാര്യങ്ങളൊക്കെ എഴുതിയിടുക എന്നുള്ളതാണ്. കാരണം ഐ വാസ് സോ ഹാപ്പി. കാരണം കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്, ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസമെങ്കിലും ജസ്റ്റ് ഒരു കാര്യമെങ്കിലും ഒന്ന് ഒബ്സർവ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ കടിൽ ഡയറീസിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ കാണാൻ മറക്കണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ബൈ ഗൈസ്.